നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ആഴ്ച നടന്ന പരീക്ഷയിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ കോഡ് 049/2026. അതിനകത്തുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ചൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ഗിവൺ ഇൻ ദി ബ്രാക്കറ്റ്സ്. തന്നിരിക്കുന്ന ചോദ്യത്തില് ഉചിതമായിട്ടുള്ള പ്രിപ്പോസിഷൻ ഉപയോഗിക്കാനാണ്. ഹി സെർച്ച്ഡ് ഡാഷ് ദ റിംഗ് എവരിവെയർ. ഓഫ് ഉണ്ട്, ഫോർ ഉണ്ട്, ഓഫ് ഉണ്ട്, ടു ഉണ്ട്, ഇൻ ഉണ്ട്. അപ്പൊ സെർച്ച്ഡ് 4 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷനില് ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് സെർച്ച്ഡ് ഫോർ ദി റിംഗ്. റിംഗിന് വേണ്ടി എന്ന അർത്ഥത്തില് സെർച്ച്ഡ് 4 ആണ് ഉത്തരമായിട്ട് വരുന്നത്. ആദ്യത്തെ ചോദ്യം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, എ ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം: അവർ സ്കൂൾ ടീം ഡാഷ് ദ ക്രിക്കറ്റ് മാച്ച് ലാസ്റ്റ് ഇയർ. അവിടെ ഓപ്ഷനിലായിട്ട് ഹാഡ് ഉണ്ട്, വിന്നുണ്ട്, അതുപോലെ വിൻസ് ഉണ്ട്, ബോണുണ്ട്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമ്മൾ പഠിച്ചതാണ്. ലാസ്റ്റ് എന്ന വാക്ക് ചോദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ഉത്തരം എഴുതാൻ പറഞ്ഞു? ലാസ്റ്റ് എന്ന വാക്ക് വന്നു കഴിഞ്ഞാൽ V2 ഉത്തരമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്നത് സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അതുകൊണ്ട് നമുക്ക് എവിടെ ഏതെഴുതാം? V2 എഴുതാം. അപ്പൊ V2 ആയിട്ട് വരുന്ന ഓപ്ഷൻ ഏതാ? ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ സിമ്പിൾ പാസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ച കോഡ് എങ്ങനെയാ? അലി 2025 പ്ലസ് V2. എയിൽ വരുന്ന വാക്ക് എഗോ, എല്ലിൽ വരുന്ന വാക്ക് ലാസ്റ്റ്, വൈയിൽ വരുന്ന വാക്ക് എസ്റ്റർഡേ, 2025 എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ വർഷങ്ങൾ. ഇതിലേത് വന്നാലും നമുക്ക് ഉത്തരം ഏതെഴുതാം? V2 ഉത്തരമായിട്ട് എഴുതാം. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് സൂചിപ്പിക്കും. ഓക്കെ, അടുത്ത ചോദ്യം The children are playing dash. The children are playing. അവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യം. നമുക്ക് the children പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? they എന്ന സബ്ജക്റ്റ് എടുക്കാം. are അവിടെ ഓക്സിലറി വെർബ് ആണ്. ഇനി സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ആറിന്റെ they. ഓപ്ഷൻ ഏതാ? ബി അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ആറിന്റെ they അവിടെ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കി. ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം. ഉചിതമായിട്ടുള്ള പാസീവ് ഫോം എഴുതാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. പീപ്പിൾ വിൽ സപ്പോർട്ട് അസ്. നമ്മൾ പറഞ്ഞതാണ് വില്ല് വരുന്ന സെന്റൻസുകളില് ബി പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കാം. വില്ല് മുതൽ OT2 വരെ വരുന്ന ഓപ്ഷൻസ് അല്ലെങ്കിൽ ഓക്സിലറി വരുന്ന സെന്റൻസിൽ ബി പ്ലസ് V3 വരുന്ന ഓപ്ഷൻ. ഒന്നാമത്തെ നോക്കിയേ, ബി പ്ലസ് V3 ആണ് കിടക്കുന്നത്. പക്ഷെ വില്ലിന് പകരം ഇവിടെ വുഡ് ആണ് കിടക്കുന്നത്. ഓക്സിലറി വെർബ് ഒരിക്കലും പാസ്റ്റ് ആക്കില്ല, അപ്പൊ അതെടുക്കാൻ പറ്റില്ല. രണ്ടാമത്തേലും ബി പ്ലസ് V3 അതെടുക്കാം, വില്ല് തന്നെ വന്നിരിക്കുന്നു. പിന്നെ ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത് എന്താ? അസ് ആണ്. അസ് സെന്റൻസിന്റെ തുടക്കത്തിൽ വരുമ്പോൾ എന്തായിട്ട് മാറുന്നു? വി ആയിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ഉത്തരമായിട്ട് വരാം. അടുത്ത നമുക്ക് നോക്കാം. ഇവിടെ ദേ ആണ് സബ്ജക്റ്റ് കിടക്കുന്നത്. ബാക്കി നമുക്ക് വിൽ ബി ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ദേ ആണ് സബ്ജക്റ്റ്. ദേ വരില്ല, കാരണം അസ് എന്നത് ബിയുടെ ഒബ്ജക്റ്റീവ് ഫോമാണ്. അത് സെന്റൻസിന്റെ തുടക്കത്തിൽ വരുമ്പോൾ ബി ആയിട്ട് മാറും. ഇവിടെ ഹി ആണ് കിടക്കുന്നത്, അതും വരില്ല. നമുക്ക് ഓപ്ഷൻ ഏതാ? ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഷീ ഹാഡ് ടേക്കൺ എ കാർ she dashed the station in time. നമ്മൾ പഠിച്ചതാണ്. ഇഫ് ക്ലോസുമായിട്ട് ബന്ധപ്പെട്ടത് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഉത്തരമായിട്ട് വരുന്നു. കുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഏതാ? ഓപ്ഷൻ എ നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തില് ഏത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇഫ് വരുന്ന ഭാഗത്ത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1 ഉത്തരമായിട്ട് വരും. ഇനി ഇഫ് കഴിഞ്ഞിട്ട് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 വരും. ഇനി
ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ ഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 വരും. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഹാഡ് ടേക്കൺ എന്ന് പറയുന്ന ഹാഡ് പ്ലസ് V3, വുഡ് ഹാവ് റീച്ച് അവിടെ ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കിയേ, റിജിഡ് എന്നതിന്റെ ആന്റോണിം എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിജിഡ് എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ളത് എന്ന അർത്ഥത്തിൽ വരുന്നു. അപ്പൊ വളരെ റിജിഡ് ആയിട്ടുള്ളത്, കട്ടിയുള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് ഏതാ? ഫ്ലെക്സിബിൾ ആണ്. ഓപ്ഷൻ ബി ഫ്ലെക്സിബിൾ ഉത്തരമായിട്ട് വരുന്നു. വളരെ എളുപ്പമുള്ള ചോദ്യം. ഫ്ലെക്സിബിൾ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത നോക്കിയേ, my sister tries to dash some money every month. Send on ഓപ്ഷനിലുണ്ട്, സെറ്റ് ഓൺ ഓപ്ഷനിലുണ്ട്, സെറ്റ് ഓഫ് ഓപ്ഷനിലുണ്ട്, അതുപോലെ സെറ്റ് എസൈഡ് ഓപ്ഷനിലുണ്ട്, സെറ്റ് അപ്പ് എസൈഡ്. നോക്കിയേ, ഇതിൽ എന്താ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിന്റെ അർത്ഥം നോക്കാം. നോക്ക്, ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? മൈ സിസ്റ്റർ ട്രൈസ്, എന്റെ സഹോദരി ശ്രമിക്കാറുണ്ട്. എന്ത് ചെയ്യുന്നു? എന്തോ ഒരു കാര്യത്തിന് ശ്രമിക്കാറുണ്ട്. സം മണി എവരി മന്ത്, ഓരോ മാസവും പൈസ എന്തോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതാണ് അവിടെ വരുന്നത്. ഓരോ നോക്കാം. സെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് എന്നാണ്. സെറ്റ് ഓൺ മീൻസ് അറ്റാക്ക് എന്നാണ്. സെറ്റ് ഓൺ അറ്റാക്ക്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എ ജേണി എന്നാണ്. സ്റ്റാർട്ട് എ ജേണി എന്നാണ്. സെറ്റ് എസൈഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് എസൈഡ് റിസർവ് സംതിങ്, അല്ലെങ്കിൽ റിസർവ് ചെയ്ത് വയ്ക്കുക, എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ പൈസയൊക്കെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. റിസർവ് ഫോർ ലേറ്റർ യൂസ്. റിസർവ് സംതിങ് എന്ന് പറഞ്ഞാൽ റിസർവ് ഫോർ ലേറ്റർ യൂസ്, പിന്നീടത്തേക്ക് വേണ്ടി കരുതി വെക്കുക. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എ ബിസിനസ് എന്ന്. അപ്പൊ നമുക്ക് ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞ നമുക്ക് സെറ്റ് എസൈഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. സെറ്റ് എസൈഡ് റിസർവ് ഫോർ ലേറ്റർ യൂസ്. സെറ്റ് എസൈഡ് റിസർവ് ഫോർ ലേറ്റർ യൂസ്. അപ്പൊ നമുക്ക് ഒന്ന് പഠിച്ചു വെക്കുക. സെറ്റ് എസൈഡ് എന്ന് പറഞ്ഞാൽ റിസർവ് ഫോർ ലേറ്റർ യൂസ്. ഇനി അതേപോലെ സെറ്റ് ബാക്ക്. സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ സ്ലോ ഡൗൺ ദ പ്രോസസ് എന്നാണ്. സെറ്റ് ബാക്ക് ടു സ്ലോ ഡൗൺ ദ പ്രോസസ്. ടു സ്ലോ ഡൗൺ ദ പ്രോസസ് എന്ന്. സെറ്റ് ഡൗൺ അതേപോലെ സെറ്റ് ഡൗൺ, DOWN, സെറ്റ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു റൈറ്റ് എന്നാണ്. സെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ടു റൈറ്റ്. സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ ടു സ്ലോ ഡൗൺ എ പ്രോസസ്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എ ജേണി, യാത്രകൾ തുടങ്ങുക. സെറ്റ് ഓഫ് സ്റ്റാർട്ട് എ ജേണി എന്ന് പറയുന്നു. ഇനി അതേപോലെ സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാലും സ്റ്റാർട്ട് എ ജേണി എന്നുണ്ട്. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാലും ടു സ്റ്റാർട്ട് എ ജേണി. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എ ബിസിനസ് എന്നാണ്. സെറ്റപ്പ് സ്റ്റാർട്ട് എ ബിസിനസ്. സെറ്റ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് എന്നാണ്. സെറ്റ് ഓൺ അറ്റാക്ക്. എന്നാൽ സെറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എ സീസൺ എന്നാണ്. സെറ്റ് ഇൻ ടു സ്റ്റാർട്ട് എ സീസൺ ആണ്. ഓക്കെ, നമുക്ക് സി ഓപ്ഷൻ ആണ് ഉത്തരം. അടുത്ത ചോദ്യം നോക്കിയേ, ഫ്രിവോളിയസ് എന്നതിന്റെ സിനോണിം ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രിവോളിയസ് മീൻസ് നമുക്ക് വളരെ സില്ലിയ, നിഷ്കളങ്കമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള. അതിൽ ഉത്തരമായിട്ട് വരുന്ന ഏതാ? സില്ലി. ഡി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഹാർഷ്, കട്ടിയുള്ളത്. ഇറിറ്റേറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇറിറ്റേഷൻ, നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അഡോറസ് എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാക്കാണ്. വളരെ സില്ലി ആയിട്ടുള്ളത് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, വിച്ച് എന്നതിന്റെ മസ്കുലൈൻ ജെൻഡർ ഓഫ് വിച്ച്. വിച്ച് എന്നതിന്റെ മസ്കുലൈൻ ജെൻഡർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വിസാഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബി ഓപ്ഷൻ വിസാഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി വിസാഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതിന്റെ മസ്കുലൈൻ ജെൻഡർ ആണ് വിസാഡ് എന്ന് പറയും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. നോക്കുക, ചോദ്യം ഇതാണ്. ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ വൺ ഹു ടോക്കിംഗ് എ ലോട്ട്. അധികമായി സംസാരിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേര് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ലൊക്വേഷ്യസ് എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാ? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓംനിസൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വൺ ഹു നോസ് എവരിതിങ് എന്നാണ്. വൺ ഹു നോസ് എവരിതിങ് എന്നാണ്. ഓക്കെ, അതേപോലെ ഓപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്ക് പോസിറ്റീവ്ലി എന്നാണ്. തിങ്ക് പോസിറ്റീവ്. ഫിലാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫിലാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. ലൊക്വേഷ്യസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ലൊക്വേഷ്യസ് ഉത്തരമായിട്ട് വരുന്നത്. അധികമായിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേര്
ഇക്വേഷ്യസ് ബി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട്. നമ്മൾ 10 ചോദ്യങ്ങളായിരുന്നു, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, വളരെ നമുക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നൊന്ന് കമന്റ് ചെയ്തണം. ഓക്കെ, താങ്ക് യു.